മെയ് 25 മെയ്, അതായത് ഈ 2025 മെയ്, യൂണിയൻ ഫിനാൻസ് മിനിസ്ട്രി ഇറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് അഥവാ DFS, അതായത് യൂണിയൻ ഫിനാൻസ് മിനിസ്ട്രിയും അതിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസും LICയും പോളിസി ഇന്ത്യയിലെ പോളിസി തിങ്ക് ടാങ്ക് എന്ന് അവകാശപ്പെടുന്ന നീതി ആയോഗും ഇവരെല്ലാവരും കൂടിയാണ് ഈ 39,000 കോടി എങ്ങോട്ട് ഫണൽ ചെയ്യുന്നത്? LICയിൽ നിന്ന് അദാനിയുടെ ഗ്രൂപ്പ് ഓഫ് കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആരും അറിഞ്ഞിട്ടില്ല, ഇത് ശരിയല്ല എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അപ്പൊ ഈ ഫണ്ട് ഉപയോഗിച്ച് തന്നെ അദാനി ഒരു ബോണ്ട് ഇഷ്യൂ നടത്തുന്നു. $585 മില്യൺ വർത്ത് ബോണ്ട് ഇഷ്യൂ ആണ് ഈ LICയിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ട ഫണ്ട് ഉപയോഗിച്ച് അദാനി നടത്തുന്നത്. അങ്ങനെ അദാനിയുടെ ബുദ്ധിമുട്ടിൽ നിന്ന്, അതായത് ഡെറ്റ് ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടുന്നു. അത് മാത്രവുമല്ല, പെട്ടെന്ന് ഇത്രയധികം ഇൻവെസ്റ്റ്മെന്റ് അദാനി ഗ്രൂപ്പിലേക്ക് വരുമ്പോഴേക്ക് അദാനി ഗ്രൂപ്പ് ഓഹരി വിപണി അങ്ങനെയാണ്, എത്ര താഴ്ന്നു നിൽക്കുമ്പോഴും പെട്ടെന്ന് ഒരു ഉണർവുണ്ടായാൽ, പെട്ടെന്ന് ഇൻവെസ്റ്റ്മെന്റ് വന്നാല് അത് കാളക്കൂറ്റനിലേക്കുള്ള ഒരു കടന്നുപോക്കാണ്.